ഹലോ ഗീസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ദേവരുദ്രയുടെ പ്രതികാരം അടുത്ത ഭാഗം കേൾക്കാം. നിങ്ങൾ റെഡിയല്ലേ? നമ്മുടെ വിനായക പറന്ന ഒരു ലോറിയുടെ മുകളിലാണ് ചെന്ന് നിന്നത്, ബോണറ്റിലാണ് ചെന്നിറങ്ങിയത്. ആ വണ്ടിയുടെ ഡ്രൈവർ വല്ലാതെ ഭയന്നു പോയി. അയാളുടെ സ്റ്റിയറിങ്ങിലുള്ള നിയന്ത്രണം വിട്ടു. ആ ലോറി എതിരെ വന്ന മറ്റൊരു വാഹനവുമായി അതിശക്തമായ രീതിയിൽ കൂട്ടിയിടിച്ചു. അതൊരു സ്കൂൾ വണ്ടിയായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളിയും അലർച്ചയും അച്ഛൻ്റെ നെഞ്ച് തകർന്നുപോയി. ദൈവമേ, ഇത്രയും വലിയ പാതകം എന്തിനു ചെയ്തു? അച്ഛൻ അവിടെയെല്ലാം വിനായകനെ തിരഞ്ഞു. അവൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രം, തൻ്റെ യാത്ര തടയുക. അതിനുവേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കേണ്ടിയിരുന്നില്ല. അച്ഛൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി. കുട്ടികളെ രക്ഷിക്കണം. ഇടിയുടെ ആഘാതത്തിൽ സ്കൂൾ വണ്ടി മുക്കാലം തകർന്നു പോയിരിക്കുന്നു. രണ്ട് വണ്ടിയുടെയും ഡ്രൈവർമാർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹൃദയഭേദകമായ കാഴ്ച കാണാനാവാതെ അച്ഛൻ കണ്ണുകൾ പൊത്തിപ്പോയി. ഇപ്പോൾ അച്ഛൻ്റെ മുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിരുദ്ധൻ്റെ ജീവനോ ഈശ്വറാമിൻ്റെ ജീവനോ ഉണ്ടായിരുന്നില്ല. ഏതൊക്കെയോ കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് കുഞ്ഞു ജീവനുകളെ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അച്ഛൻ. അച്ഛനോടൊപ്പം ഒരുപാട് പേരും കൂടി. ആ ഓട്ടത്തിനിടയിൽ അച്ഛനൊന്ന് മനസ്സുറപ്പിച്ചിരുന്നു. അവർക്ക് വേണ്ടത് ഈശ്വറാമിൻ്റെയും രാഘവറാമിൻ്റെയും ജീവനാണ്. അതവർക്ക് വിട്ടുകൊടുത്തിട്ട് ആയാലും ഇനിയൊരു ജീവനെ ഭൂമിയിൽ ഇല്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒരു വൈദികൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുന്നിൽ ഇല്ലല്ലോ. അവർക്ക് പ്രതികാരം, അവർക്ക് പ്രതികാരം അവരോടല്ലേ. പക്ഷേ ഇവിടെ എത്രയോ നിരപരാധികളാണ് ഇല്ലാതായി പോകുന്നത്. പാവം ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? അവർക്ക് രക്തത്തിളപ്പുള്ള പ്രായത്തിൽ അവർ ചെയ്തു കൂട്ടിയ പാവത്തിന് എത്രയോ നിരപരാധികൾ ജീവനറ്റുപോയിരിക്കുന്നു. കരയാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അച്ഛന് കഴിഞ്ഞില്ല. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയ അമ്മമാരുടെ നിലവിളി അത് കാണാൻ കരുത്തില്ലാതെ അച്ഛൻ മുഖം തിരിച്ചു നിന്നു. അച്ഛൻ അവിടെ നിന്ന് തിരിച്ചു മടങ്ങാൻ ഒരുപാട് സമയമെടുത്തു. പക്ഷേ ഈ സമയം കൊണ്ട് അനിരുദ്ധനെ രക്ഷിക്കാനുള്ളത് അച്ഛൻ ചെയ്തിരുന്നു. ഈശ്വറാമിനെ അയാളുടെ വിധിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ നിത്യോപാസകനായ അച്ഛൻ അമ്മയെ തന്നെ സഹായത്തിന് വിളിച്ചു. അമ്മയെത്തി, പറന്നെത്തി. അനിരുദ്ധൻ്റെ രക്ഷയ്ക്ക് പെട്ടെന്ന് തൻ്റെ തോളിൽ ആരുടെയും കൈ പതിഞ്ഞതായി തോന്നിയ അന്നവ് തിരിഞ്ഞു നോക്കി. അമ്മയിൽ നിന്ന് അവനിലേക്ക് ശക്തിപ്രഭാവം തുളച്ചിറങ്ങി. അവൻ അല്ലറി നിലവിളിച്ചുകൊണ്ട് അകന്നു. അനിരുദ്ധനും നല്ലവണ്ണം ഭയന്നുപോയി. അമ്മ അവനെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിനുള്ളിലേക്ക് കടന്നതും അമ്മ അപ്രത്യക്ഷമായി. അച്ഛൻ്റെ ശക്തിപ്രഭാവത്തിലൂടെ അച്ഛനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ആ സങ്കടത്തിലും അച്ഛൻ്റെ മുഖത്ത് പ്രത്യാശയുടെ കിരണങ്ങൾ പടർന്നിറങ്ങി. ഇനി വേണ്ടത് എത്രയും പെട്ടെന്ന് ദേവനന്ദയെ എൻ്റെ വരുതിയിലാക്കണം. അവളുടെ വിനായകനെയും അമ്മയെന്ന മഹാശക്തി അർണവിനെയും നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് സമയം കൂടി ആശുപത്രി ചെലവഴിച്ചതിന് ശേഷം അച്ഛൻ മടങ്ങിയത്. ഇതേസമയം ഈശ്വറാം അയാളുടെ വിധി നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആ വിധിയെ തടുക്കാൻ അച്ഛനെന്നല്ല ആർക്കും കഴിയില്ല. സത്യമാണ്, അച്ഛൻ തടുക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വേറൊരു സത്യം. കാരണം ഇവനൊക്കെ ചെയ്ത മഹാപാപത്തിന് ഒരുപാട് നിരപരാധികൾ ക്രൂശിക്കപ്പെടുകയാണ്. അത് അച്ഛനെ താങ്ങാൻ പറ്റുന്നതിലധികമായിരുന്നു. ഈശ്വറാം പരിചയപ്പെട്ട് പെൺകുട്ടിയുമായി പുറത്തേക്ക് വന്നു. അങ്കിളിനെ ഞാൻ കൊണ്ടാക്കിയാൽ മതിയോ? അവൾ ചോദിച്ചു. ഇതിനകം ഈശ്വറാം ഫോണെടുത്ത് അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ വരാൻ ഒരുപാട് താമസിക്കുമെന്ന് കേട്ടതോടെ അവൾക്കൊപ്പം പോകാൻ അവൾ തയ്യാറായി. ഇനി എന്തായിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ? ഈശ്വറാമിൻ്റെ വേദി എന്തായിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.